ഹലോ, വെൽക്കം ബാക്ക് ടു സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഇന്നത്തെ ടോപ്പിക് ലാൻഡ് ടാക്സ് ഓൺലൈൻ വഴി എങ്ങനെ പേ ചെയ്യാം എന്നുള്ളതാണ്. അതിനായി revenue.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഓപ്പൺ ആയതിനു ശേഷം സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും, സിറ്റിസൺ രജിസ്ട്രേഷനും സിറ്റിസൺ ലോഗിനും. അതിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ ന്യൂ യൂസേഴ്സിന് വേണ്ടിയും സിറ്റിസൺ ലോഗിൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസേഴ്സിനും വേണ്ടിയാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്ത് സൈൻ അപ്പ് ചെയ്യുക. അതായത് ഇവിടെ നിങ്ങളുടെ നെയിം, നിങ്ങളുടെ ലൊക്കാലിറ്റി, മൊബൈൽ നമ്പർ, ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് സൈൻ അപ്പ് ചെയ്യുക. സൈൻ അപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും മെയിൻ സ്ക്രീനിൽ വന്ന് മെനു ക്ലിക്ക് ചെയ്ത് സിറ്റിസൺ ലോഗിൻ തിരഞ്ഞെടുക്കുക. അവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഡ്രോപ്പ് ഡൗൺ മെനുവിൽ, നോർമൽ യൂസർ ആൻഡ് ബിസിനസ് യൂസർ. നമ്മൾ നോർമൽ യൂസർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും അതേപോലെ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച പാസ്വേഡും നൽകി സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ക്യാപ്ചായും ഫില്ല് ചെയ്ത് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒ ടി പി ലഭിക്കുന്നതായിരിക്കും. ആ ഒ ടി പി എൻ്റർ ചെയ്യുക. വീണ്ടും സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ ഒരു ഡാഷ്ബോർഡ് ഓപ്പൺ ആകുന്നതായിരിക്കും. അവിടെ ഹായ് നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഈ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറുകളിൽ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ളത് പേയ്മെൻറ്റ്സ് ഡ്യൂ എന്ന പോപ്പപ്പ് ആയിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. അല്ല, നിങ്ങൾ പുതിയ യൂസറാണ്, ആദ്യമായിട്ടാണ് ഈ ഡാഷ്ബോർഡ് വിസിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെയൊരു പോപ്പപ്പ് വരുന്നതായിരിക്കും. ആ പോപ്പപ്പിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ തണ്ടപ്പേര് നിങ്ങളുടെ പേരിലുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് ആഡ് ചെയ്ത് കളക്റ്റീവായിട്ട് അതിനെല്ലാത്തിനും പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അതായത് ഡിസ്ട്രിക്ട്, താലൂക്ക്, വില്ലേജ്, നിങ്ങളുടെ തണ്ടപ്പേര് നമ്പർ, സബ് നമ്പർ വേണമെന്നില്ല, തണ്ടപ്പേര് നമ്പർ മാത്രം മതി. ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ലാൻഡ് ടാക്സ് അടച്ച റെസീറ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. വ്യൂ ആൻഡ് ആഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മെയിൻ ഡാഷ്ബോർഡിൽ വന്ന് ഈ മെനു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ്സ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പേയ്മെൻറ്റ്സ് ഓപ്ഷനകത്ത് ലാൻഡ് ടാക്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ലാസ്റ്റ് പേ ചെയ്ത ഫിനാൻഷ്യൽ ഇയർ കാണിക്കും, 2025, 2026. അതിനുശേഷം ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം പേ നൗ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അതിൽ നമ്മൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തണ്ടപ്പേരിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്യുന്നതായിരിക്കും വിത്ത് എമൗണ്ട്. അതിൽ ഫിനാൻഷ്യൽ ഇയർ നോക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും 2026, 2027. അതേപോലെ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന നെയിം ഈ വെബ്സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ചപ്പോൾ കൊടുത്ത പേരാണ്, അല്ലാതെ ലാൻഡിൻ്റെ ഉടമസ്ഥൻ്റെ പേര് അല്ല. റെസീറ്റ് വരുമ്പോൾ ലാൻഡിൻ്റെ ഉടമസ്ഥൻ്റെ പേരായിരിക്കും റെസീറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബൈ ഡിഫോൾട്ട് നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കും. അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, അങ്ങനെ പല ബാങ്കുകൾ കാണാൻ സാധിക്കും. ഞാൻ രണ്ടാമത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്, പേയ്മെൻറ്റ് ഗേറ്റ് വേ പ്രിഫേർഡ് എന്ന് പറഞ്ഞ സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു പേ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു GRN നമ്പർ ജനറേറ്റ് ചെയ്യും, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും UPI എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ, നിങ്ങൾക്ക് ഏത് UPI ഓപ്ഷനാണോ വേണ്ടത് അത് ചൂസ് ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. ഗൂഗിൾ പേ ആപ്പിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റ് ചെയ്യും. അവിടെ പേയ്മെൻറ്റ് നൽകിയതിന് ശേഷം വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്ക്രീനിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. റീഡയറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഐക്കൺ, ആപ്പ് സ്വിച്ചർ ഐക്കൺ അല്ലെങ്കിൽ റീസെൻറ്റ് ആപ്പ് ഐക്കൺ എന്ന് പറയുന്നത്, അത് പല മൊബൈലിലും പല രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് വീണ്ടും ഈ റവന്യൂ വെബ്സൈറ്റിലേക്ക് പോവുക. നമ്മൾ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം. ബാക്ക് ബട്ടണോ റിഫ്രഷ് ബട്ടണോ ഒന്നും പ്രസ് ചെയ്യരുത്. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെബ്സൈറ്റിലേക്ക് വരികയും നമുക്ക് നമ്മുടെ റെസീറ്റ് കാണാൻ സാധിക്കുകയും ചെയ്യും. റെസീറ്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫയലിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ മെയിൻ ഡാഷ്ബോർഡിലേക്ക് വന്ന് കാണിച്ചിരിക്കുന്നത് പോലെ മെനു സെലക്ട് ചെയ്ത് ട്രാൻസാക്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് പേ ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസും, റീസെൻ്റ് മാത്രമല്ല എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും
റെസീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ട ഫിനാൻഷ്യൽ ഇയർ ചൂസ് ചെയ്ത് താഴെ കാണിച്ചിരിക്കുന്ന റെസീറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം രസീത് വീണ്ടും സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങളുടെ ഏറ്റവും മുകളിൽ ഗൂഗിൾ ക്രോം ബാറിൻ്റെ ഏറ്റവും മുകളിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഷെയർ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ലിങ്ക് ആയിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക.